അപ്പോൾ ഇതാണ് തായ്ലൻഡ് ഡേ 3. മേപ്പോട്ട് നോക്കി നടന്നു. ഇപ്പൊ അമ്മയും മോനും അവിടുത്തെ പൂളിൽ മോന്തെ കുത്തി വീണേനെ. ശേഷം ഞങ്ങൾ കയറിയ കടയിൽ നിന്ന് ചെറുക്കൻ 2 ബോൾ എടുത്ത് കൈ പിടിച്ചു. അവന്റെ തലയേക്കാ വലിയ 2 ബോൾ. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു എന്തോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ തിങ്കളാഴ്ച എന്തോ ബോക്സിംഗ് മാച്ച് ഉണ്ട്. സോ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. കാരണം ടിക്കറ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കണ്ടെന്ന് പറ്റൂ ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് കണ്ടപ്പോൾ തന്നെ സീതമൊരു ഡയലോഗ്. ഇതിന്റെ അകത്ത് ഷാറൂഖ് ഖാന്റെ, സൽമാൻ ഖാന്റെ, ഋതിക് റോഷന്റെ ഒക്കെ പ്രതിമയുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. അതൊരു നൈറ്റ് ക്ലബ്ബാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഉള്ള മുഖത്തെ ഭാവമാണ് ഇപ്പോൾ കാണുന്നത്. ആഹാ, മഞ്ഞപ്പിത്തം വന്ന പോലുണ്ട്. ശേഷം തായ്ലൻഡ് തെരുവുകൾ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. ഒരു ഭ്രാന്തനെ, അങ്ങനല്ല, ഒരു യാത്രികരെ പോലെ. പക്ഷേ ഞങ്ങൾ കണ്ട പല കാഴ്ചയും ശീതുമയെ അന്തിപ്പിച്ചും അതിശയിപ്പിച്ചും കണ്ണും തെളിച്ചു കളഞ്ഞു. കണ്ട കാഴ്ചയിൽ പകുതിയും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഫാമിലി ചാനൽ ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടും നിങ്ങൾ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കാണണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ തായ്ലൻഡിൽ പോകണം മിസ്റ്റർ. തമാശയല്ലേട്ട കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തായ്ലൻഡിൽ പോകണം. ഫാമിലിയായിട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വൈബ് ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ഇപ്പോഴും മറ്റേ 80 നിന്നും ബസ് കിട്ടാത്ത ടീമാണെങ്കിൽ ഒരിക്കലും പോരുത്. നിങ്ങൾക്ക് പറ്റിയത് വല്ല തീർത്ഥാടന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ കാട്ടാക്കാട് ജംഗ്ഷൻ ഇതൊക്കെയാണ് പറ്റിയത്. എന്തായാലും അവിടെ മയിലിന് പരിണാമം വന്നപ്പോഴത്തെ കുറെ എനിക്കറിയത്തുണ്ട്. ഞാൻ ആളുകളെ കണ്ടു ഞങ്ങൾ. അപ്പൊ ശീതം അതുകൊണ്ട് വീണ്ടും കണ്ടു തള്ളി. ശേഷം മറ്റൊരാളെ കണ്ടു ഞങ്ങൾ. ഒരു മനുഷ്യ ബോർഡ്, ഇഷ്ടമുള്ളത് വരയ്ക്കാം. ആഹാ, അതാണ് ഞാൻ പറഞ്ഞ മനുഷ്യ ബോർഡ്. വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു നോക്കാട്ടോ. അല്ല, ഇതെല്ലാം ആൾക്കാർ എഴുതിയതാണ് കേട്ടോ. ജസ്റ്റ് ആ ടിപ്പ് ബോക്സിൽ ഇതിൽ ഇട്ട് കൊടുത്താൽ നമുക്കും എഴുതാം. നമ്മൾ ടിപ്പ് കൊടുത്തെങ്കിലും നമുക്ക് എഴുതാനൊരു മടി. കാരണം മനുഷ്യന്മാർ എന്തൊക്കെയാണല്ലോ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഒരു മിനിറ്റ്, റിവേഴ്സ്. എന്താ കണ്ടത്? ഞാൻ സൂക്ഷിച്ചു നോക്കിയേ. ഒരു കൈ വരുന്നു, എന്തോ ഇടുന്നു. പക്ഷെ കൈ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, കൈക്കകത്ത് ഒന്നുമില്ല. പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കാൻ നോക്കുന്നവരാ തേണ്ടി അമ്മച്ചി. എന്തൊക്കെയായാലും പുള്ളിക്ക് ഇന്നത്തേക്കുള്ള പൈസ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അയ്യോ, ബീച്ച് എത്തുന്ന വരെയുള്ള പുകിലാണെങ്കിൽ ഇപ്പൊ കണ്ടത് മൊത്തം. എന്തായാലും ബീച്ച് എത്തിയപ്പോ അമ്പുടുമോൻ വളരെയധികം ഹാപ്പിയായി. ഞങ്ങളും തിരക്കൊന്നും മാറിയല്ലോ. ഇതാരും അതിശയനാ. ഞാൻ പോവാ. അലർച്ചയും കറക്റ്റ്. കടയാടി മോനെ, മോളിൽ ആടിക്കുന്ന ഒന്നും ചോദിച്ചില്ലട്ടെ. ഞാൻ എന്ത് പറ്റി അമ്പുടുപ്പന്റെ മോളിൽ ആരാന്നേ ചോദിച്ചത്. എന്തായാലും അമ്പുടുപ്പൻ ബീച്ചിൽ ഇരുന്ന് മണ്ണ് വാരി തിന്നുന്ന വെച്ച് നമുക്ക് 3rd ഡേ അവസാനിപ്പിക്കാം. ബാക്കി നാളെ. അപ്പോ ഗായ്സ്, ബൈ.